ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ന് നമ്മുടെ മഴ തോരും മുൻപേൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ വൈജ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ബാലചന്ദ്രൻ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ വൈജ പറയും, ഓ ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ ഭർത്താവിനെ ഇതുവരെ കണ്ടിട്ടേയില്ല. ഇങ്ങനെ ഒരു ജീവി ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നൊന്നും അന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്തുകൂടെ? ഞാൻ എന്തിനാണ് ഇങ്ങനെ നാണം കെട്ടിട്ട് ഇവിടെ ജീവിക്കുന്നത്? എനിക്കിങ്ങനെ നാണം കെട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കാണെങ്കിൽ 1.5 ലക്ഷം രൂപ ശമ്പളമുണ്ട്, 150 പവൻ്റെ സ്വർണ്ണമുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, എനിക്ക് സ്വന്തമായി ജീവിക്കാൻ അവകാശമുള്ള എൻ്റെ തറവാട് വീടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നാണം കെട്ട് ജീവിക്കുന്നത്. എന്തിനാണ് നിങ്ങൾക്ക് എൻ്റെ കാര്യത്തിൽ എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, നീ എൻ്റെ ഭാര്യയൊക്കെ തന്നെയാണ്, നിനക്ക് ഈ വക സംഗതികളെല്ലാം ഉണ്ട്. പക്ഷെ നിനക്കില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ. ദയ, അലിവ്, സ്നേഹം, ഇതൊന്നും നിനക്കില്ല. ഇങ്ങനെ ഇവർ ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ട് അങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രോഹിത്ത് ഈ ശബ്ദം കേട്ട് അവിടേക്ക് വരും. എന്തിനാണ് അമ്മ ഇങ്ങനെ വഴക്ക് കൂടുന്നത്? അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ നിന്നൂടെ? അമ്മയ്ക്ക് ഞങ്ങളെ അച്ഛനും ഞങ്ങളെയും ഒരുമിച്ച് ചേർത്ത് സ്നേഹിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് രോഹി വൈജയനെ ഉപദേശിക്കും. അപ്പോൾ വൈജയ്ക്ക് അതൊക്കെ കേൾക്കുമ്പോഴേ ദേഷ്യമാണ് കേട്ടോ. വൈജ പറയും, അതൊന്നും പറ്റില്ല, എനിക്കതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് പോവാണ്. പിന്നെ നമ്മുടെ അലീന പറഞ്ഞത് പ്രകാരം രോഹിത്തിൻ്റെ കോളേജിലോട്ട് ബാലചന്ദ്രൻ പോവുകയാണ്. അങ്ങനെ ബാലചന്ദ്രന് ഓൾറെഡി കുറേ പ്രതീക്ഷകൾ ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ അവരുടെ കോളേജുകാർ ഒരിക്കലും രോഹിത്തിനെ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് ബാലചന്ദ്രന് ഉറപ്പുണ്ട്. എന്നാലും ഒരു അവസാനഘട്ട ശ്രമം എന്നുള്ള രീതിയിൽ ബാലചന്ദ്രൻ പ്രിൻസിപ്പളെ കാണാൻ പോകും. പ്രിൻസിപ്പൾ തുറന്നു തന്നെ പറയും, ഞങ്ങൾക്ക് രോഹിത്തിനെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. രോഹിത്തിന് ഡിസ്മിസ്സിൽ ഞങ്ങളാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഡിസിപ്ലിൻ കമ്മിറ്റി ഉണ്ട്. ആ ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ ഹെഡ് ഇവിടുത്തെ മാനേജർ അച്ഛനാണ്. ഈ മാനേജർ അച്ഛൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടും കേട്ടും പരിചയമുള്ളത് കൊണ്ട് അദ്ദേഹം ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഈ വർഷം ഒന്ന് അവൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ അവൻ്റെ ഒരു വർഷം പോവും. അതൊന്നും പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്മിസ്സിലാണ് ഞങ്ങൾ എഴുതുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റിൽ ഒരു ബാഡ് മാർക്കായിട്ട് ഡിസ്മിസ്സിലാണെന്ന് കാണിക്കും. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് സ്വമേധയാൽ നിങ്ങൾ TC വാങ്ങാൻ പോവുകയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ഒഴിവാക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക എന്ന് പറയും. ആ ബാലചന്ദ്രൻ ചോദിക്കുന്നത്, എനിക്ക് മാനേജർ അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ? കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ പറഞ്ഞ ഈ ഒരു സാധ്യത, അത് ഡിസ്മിസ്സിൽ ഒഴിവാക്കാനുള്ള ഈ ഒരു സാധ്യതയെങ്കിലും നിലനിർത്തുന്നതിൽ നല്ലത്. മാനേജർ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുപോലും ഒരു പ്രശ്നത്തിലാവും എന്ന് പറഞ്ഞ് കോളേജിലെ പ്രിൻസിപ്പൾ ബാലചന്ദ്രനെ തിരിച്ചയക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ വീട്ടിലേക്ക് വിട്ട് വരുമ്പോൾ അളിയനെ കുളിച്ച് വരുന്നുണ്ടാവും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾക്കൊരു എനർജി ഫീൽ ചെയ്യും. അപ്പോൾ നിനക്കിപ്പോൾ ബെറ്ററായ പോലെ തോന്നുന്നുണ്ടല്ലോ കാണുമ്പോൾ എന്ന് പറയും. അവൾ പറയാം, ശരിയാണ്, കുളിച്ചത് കാരണം കുഴപ്പമില്ല അച്ഛ എന്ന് പറയും. അപ്പോൾ അലീനോട് പറയും, ഇങ്ങനെ ഞാൻ അവൻ്റെ കോളേജിൽ പോയിരുന്നു, പക്ഷെ കോളേജിൽ പോയിട്ട് കോളേജിലാർ ഒരു പ്രതീക്ഷ തന്നില്ല. അപ്പോൾ അലീന പറയും, ഞാനൊന്ന് പോയിട്ട് അച്ഛനെയും പ്രിൻസിപ്പളെയൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ നീ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് നോക്കാം എന്ന് പറയണം. പിന്നെ കാണിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സീന്. നമ്മുടെ ശരണ്യയുടെ അമ്മയും ഷാജിയേട്ടനെയും കൂട്ടിയിട്ട് അലീനയെ കാണാൻ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ രോഹിത്ത് തന്നെയാണ് വാതിൽ തുറക്കുന്നത്. രോഹിത്ത് വാതിൽ തുറന്ന ഉടനെ ഇവളെ കണ്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശരണ്യ ചോദിക്കും, എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് ശരണ്യ എന്ന് പറയും. അപ്പോൾ രോഹിത്ത് മനസ്സിലായി എന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ബബിതയും അങ്ങോട്ട് വരും. ബബിത വന്നു കഴിഞ്ഞാൽ ബബിതയും നല്ല രീതിയിൽ തന്നെയാണ് ശരണ്യയോട് പെരുമാറുന്നത്. അങ്ങനെ അതിനുശേഷം ശരണ്യയെ നമ്മുടെ അലീനയുടെ റൂമിലോട്ട് കൊണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അലീന ശരിക്കും ശരണ്യയെ കണ്ട പാടെ തന്നെ ആകെ ഞെട്ടിപ്പോവും. കാരണം ഇവളൊരിക്കലും ഈ വീട്ടിലോട്ട് അന്വേഷിച്ച് വരുമെന്ന് അലീന ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അലീന വളരെ സന്തോഷത്തിൽ
ശരണ്യയെ കെട്ടിപ്പിടിക്കും. അപ്പോൾ അതൊക്കെ കണ്ടോടുകൂടി ശരണ്യയുടെ അമ്മയ്ക്കും മനസ്സിലാവണോ ശരിക്കും അലീന ഇവളോട് കാണിച്ചിരുന്നത് വളരെ സിൻസിയറായിട്ടുള്ള സ്നേഹം തന്നെയാണ് എന്ന് അവർക്ക് മനസ്സിലാവണം. അപ്പോൾ ഈ ഒരു സീനാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻ. ഏറ്റവും നമുക്ക് വളരെ വിഷമം വരും, കാരണം രോഹിത്തിനെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടവും വരും. അങ്ങനത്തെ ഒരു സീനാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കഥ. ഇനി കൂടുതൽ കഥകളും ലൈവ് അപ്ഡേറ്റ്സും പ്രൊമോ ഡീറ്റെയിൽസും അറിയാൻ